നമ്മൾ 7 മണിക്ക് ചെല്ലും രാവിലെ. അന്നൊക്കെ 7 മണിക്ക് ചെല്ലാൻ പറയും. റെക്കോർഡിങ് 8 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ 7 മണിക്ക് ചെല്ലാൻ പറയും. 1 മണിക്കൂർ പാട്ട് പറഞ്ഞു തരും, ലിറിക്സ് എഴുതി പാട്ട് പറഞ്ഞു തന്ന് ട്യൂൺ ഇങ്ങനെ പല്ലവി ചരണം സെക്കൻഡ് ചരണം ഒക്കെ പഠിച്ച് എന്നിട്ട് പാടി കേൾപ്പിക്കും. എന്നിട്ട് അപ്പുറത്ത് പോയി രാജാ സാറ് വരും ഒരു 7:30 7:45. എന്നിട്ട് രാജാ സാർ ഇങ്ങനെ പാടുന്ന കേൾക്കും. അവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ പറയും. എന്നിട്ട് ബൂത്തിൽ പോയിട്ട് നമ്മൾ പാടാൻ തുടങ്ങും 8 മണിക്ക്. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഡിപ്പെൻഡിങ് ഓൺ ദ സോങ്സ് ഡിഫിക്കൽറ്റി. അപ്പം അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പറയും അത് പറഞ്ഞ് ലൈക്ക് ആ പാട്ട് ഇന്ന രീതിയിൽ പഠിച്ചെടുക്കുന്നതും ഇനോ. പക്ഷെ ഒരു സെർട്ടൺ റേഞ്ച് വിട്ട് നമ്മുടെ വോയിസിനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ആക്കി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ടൈപ്പ് ഒരു സോങ് ഒരിക്കലും കരിയറിൽ നമ്മളുടെ വോയിസിനെ നശിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പാട്ട് പാടി തെളിയിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പാടാൻ പോകരുത്. നമുക്കൊരു ത്രഷോൾഡ് ഉണ്ടാവും, ഒരു ഭയങ്കര റേഞ്ച് വരെ പോകുന്ന ഒരു ത്രഷോൾഡ് ഉണ്ടാവും. പക്ഷെ അതും കഴിഞ്ഞ് നമ്മുടെ വോയിസിനെ തന്നെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മളെ ചിലപ്പോൾ അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ അത് ചൂസ് ചെയ്യണം. എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എക്സാക്ട്ലി. ഈ പാട്ട് അപ്പയുടെ ഹരിവരാസനം കേൾക്കുമ്പോ കരയാത്തതായിട്ട് മേ ബി ആരും ഉണ്ടാവില്ല. എന്റെ അമ്മയൊക്കെ എപ്പോ കേട്ടാലും ഇരുന്ന് കരയും. സ്റ്റിൽ ഇപ്പൊ വെറുതെ വെച്ച് കൊടുത്താലും എന്റെ അമ്മയുടെ ഒക്കെ കണ്ണു നിറയും. ആ ഒരു സോങ്ങിനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാനാ, ഐ തിങ്ക് ഇറ്റ്സ് എ കൾട്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സംഭവമാണ് അത്. ഐ തിങ്ക് ആ ഒരു കൾച്ചറിലും ഒരു ശബരിമലയുടെ ഒരു ഇതിലും സ്പിരിച്വലി എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു സംഭവമാണത്. അത് ഞാനെന്ത് പറയാനാ, ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് വൺസ് ഇൻ എ വൈൽ അങ്ങനത്തെ ചില സോങ്സ് ഒക്കെ. അതൊരു വെറുതെ ഒരു സോങ്ങും അല്ല അത്. ഐ മീൻസ് ലൈക്ക് പ്രോപ്പർ ആ ഡിവിനിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഐ തിങ്ക് അതിൻ്റെ ആയിട്ട് ഞാനും ഇപ്പോൾ ഒരു പ്രോഗ്രാം ഡിവോഷണൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ അയ്യപ്പ അമ്പലത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാനും അതിൽ തന്നെ അവസാനിക്കേണ്ട ലൈക്ക് ആ ഒരു പ്രോഗ്രാം അവസാനിക്കുമ്പം അത് പാടിയേ പറ്റൂ. അതിൽ ഞാനും കണക്റ്റഡ് ആണ് ഇനവേ. സോ അത് ഞാൻ മാത്രമല്ല കുറേ ഗായകർ അങ്ങനത്തെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവസാനം ഒരു ഹരിവരാസനം പാടേണ്ട സാധാരണ ഗാനമേളയല്ല, ഞാൻ പറഞ്ഞ സാധാരണ പ്രോഗ്രാംസ് അല്ല, എസ്പെഷ്യലി അമ്പല പരിപാടികൾക്കൊക്കെ. അത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ബ്ലെസ്സിങ്. ഇപ്പൊ മലയാളം എഴുതാനും ഒക്കെ പഠിച്ചോ ചേട്ടൻ? ഇല്ല, എന്തിന്. അത് ഞാൻ പറഞ്ഞ വേറൊരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് തൊട്ട് ആ ഒരു ബ്രേക്ക് വരുന്ന സമയം തൊട്ടുള്ള വിജയ് ചേട്ടനും വിജയ് യേശുദാസും അത് കഴിഞ്ഞിട്ടുള്ള വിജയ് യേശുദാസും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നത്തെ വിജയ് യേശുദാസും ഇന്നത്തെ വിജയ് യേശുദാസും ഏകദേശം ലൈക്ക് ഓൾമോസ്റ്റ് 80 to 90% സെയിം തന്നെയാണ്. ഓൺലി തിങ് നമ്മൾ ഓവർ ദ ഇയേഴ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഓരോരോ വർക്ക് ചെയ്യുന്നതിൽ നമ്മളുടെ സ്കിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും, കുറച്ചുകൂടി പോളിഷ്ഡ് ആയിക്കൊണ്ടിരിക്കും, കുറച്ചുകൂടി എക്സ്പീരിയൻസസ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇമോഷൻസ് എല്ലാം ഉണ്ടാവും അതിൽ. സോ ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് എ ഡിഫറെൻറ്റ് കളർ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളായിട്ട് ഒരു പേഴ്സണായിട്ട് നമ്മൾ ഒരിക്കലും വി ഡോണ്ട് റിയലി ചേഞ്ച് അങ്ങനെ. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദ ഇമോഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം കൊണ്ട് ജോയിൻ ആയി വരുമ്പോഴത്തേക്കും വി കാൻ ബിക്കം ലൈക്ക് എ മോർ ഡിഫറെൻറ്റ് ലൈക്ക് ഇവോൾവ്ഡ് പേഴ്സൺ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. ലൈക്ക് ഐ തിങ്ക് അതർവൈസ് അന്ന് പാടിയതായാലും ഇന്ന് പാടിയതായാലും ഐ ഹവ് ജസ്റ്റ് ഗിവൻ ദ സെയിം ഡെഡിക്കേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാ മലയാളം പഠിക്കുന്നത്. അന്നും ഞാൻ മംഗ്ലീഷിൽ ലൈക്ക് ടൈപ്പ് ചെയ്യും, എഴുതും. ഇന്നും ടൈപ്പ് ചെയ്യുന്നതും മംഗ്ലീഷിൽ തന്നെയാണ്. അതൊരു സ്പീഡിന് വേണ്ടിയാണ്. ഇപ്പം മലയാളം വായിക്കാനൊക്കെ പറ്റും, ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എഴുതാനും ഇതൊക്കെ എഴുതി പിന്നെ അതിനുള്ള ടൈമില്ല. ഇപ്പം എല്ലാ ഐപാഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മംഗ്ലീഷിലാണ് എല്ലാം വേഗം. തമിഴിലായാലും തംഗ്ലീഷ്, ഹിന്ദി ആയാലും ഇംഗ്ലീഷ്, അതെ. കൺവീനിയൻസിലാണ്. നമ്മൾ റെക്കോർഡിങ്ങിന് പോകുന്നു, അവിടെ ഇരിക്കുന്ന ആള് പിന്നെ വായിക്കാനൊക്കെ പറ്റും ഇപ്പം, പക്ഷെ ആവശ്യത്തിന് മാത്രം. വിജയ് യേശുദാസ് എന്ന സിംഗർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രിങ്ങപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? എന്തുകൊണ്ടാ ചേട്ടാ ഒരു യൂട്യൂബ് ചാനലൊക്കെ ആ ഒരു സൈഡിലേക്ക്? യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിനുള്ള ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, അതിനുള്ള ഇതൊക്കെ എവിടെയോ അതൊരു ബ്രേക്കിന്റെ അല്ല. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു സോങ്ങിലേക്ക് വർക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു ഇത്, അതിനുവേണ്ടിയാണ് ഈ ലുക്ക്, അത് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലുക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പെർഫെക്റ്റ്. ഞാൻ കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടത്തും കൊണ്ട് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് എപ്പോൾ തുടങ്ങിയെന്ന് അറിയാം, 3 വർഷമായി. ആ ഒരു പാട്ട് ആ പാട്ട് 2020 ഡിസംബറിൽ എനിക്ക് കോവിഡ് അടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു 10 ദിവസം.
ആ സമയത്ത് കുറേ പാട്ടുകൾ ഞാൻ ഒരു 5-6 വർഷത്തിലൊക്കെ ചെയ്തിട്ടുള്ള ചുമ്മാ ലാപ്ടോപ്പിലൊക്കെ ചെയ്ത് വെച്ചിരുന്ന പാട്ടുകൾ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി ഏതെങ്കിലും ഒന്ന് ഇപ്പോഴത്തേക്കൊന്ന് റിഫ്രഷ് ആക്കി എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു ഫോൾഡറിലേക്ക് കുറേ പാട്ടുകൾ ഇങ്ങനെ മാറ്റിയിട്ടു. ഒരു 10 പാട്ടുകൾ അതിലൊരു 3-4 പാട്ടുകൾ ഇങ്ങനെ മാറ്റിയിട്ടു. അങ്ങനെ ഒരു സോങ് ഇങ്ങനെ വർക്ക് ചെയ്ത് ഒരു വേറൊരു ഒരു സർട്ടൻ ഒരു ലെവലിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. അതിനുള്ള വീഡിയോ, അതിൻ്റെ ഇതും പ്രീ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ പ്രൊഡക്ഷൻ ഒരു ഫോർമലായിട്ടൊരു രീതിയിൽ പറഞ്ഞതേ ഞാൻ തന്നെയാണ് എല്ലാം, ഈ തലയിലാണ് എല്ലാം ഉള്ളത് ഇപ്പോഴത്തേക്ക്. കുറേ മീറ്റിങ്സും കുറേ പ്ലാനിങ്ങും, കൊറിയോഗ്രാഫർ, ക്യാമറ, പിന്നെ 3D ഗ്രാഫിക്സ്, അങ്ങനത്തെ എല്ലാം കൊണ്ടുള്ള ആവശ്യമുള്ളൊരു വീഡിയോ ആണ്. അതിനുള്ള ലുക്കും കൂടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്.